ചില വിശ്വാസ സത്യങ്ങൾ. കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം. നമ്മുടെ ഇന്നത്തെ പഠന വിഷയം വിഗ്രഹാർപ്പിതം ക്രിസ്ത്യാനികൾ ഭക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ തെറ്റില്ലയോ എന്നുള്ളതാണ്. ഈ വിഷയത്തിന് അനുയോജ്യമായ ഒരു പ്രസംഗം പരിശുദ്ധ അന്ത്യോക്യ പാത്രിക്കീസ് ബാവ സഖാപ്രഥമൻ 2014 മാർച്ച് മാസം 22-ാം തീയതി ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്ത കാലം ചെയ്ത ഏബ്രഹാം മാർ ക്ലീമീസ് തിരുമേനിയുടെ ജൂബിലിയിൽ കോട്ടയത്ത് നടത്തിയ പ്രസംഗത്തിൻ്റെ വിഷയമാണ്. ഈ വിഷയത്തിനോട് നമ്മുടെ പഠന വിഷയം അനുയോജ്യമാകയാൽ ആ പ്രസംഗത്തിൻ്റെ ചുരുക്കം ആദ്യം വിശദീകരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ശ്രമിക്കുകയാണ് ഭാരതീയ ക്രൈസ്തവരുടെ ഇപ്പോഴത്തെ പ്രധാന ദൗത്യമെന്ന് പരിശുദ്ധ ഇഗ്നാത്യോസ് സഖാപ്രഥമൻ പാത്രിക്കീസ് ബാവ പറഞ്ഞു. എന്നാൽ ഇത് ഒരിക്കലും ഒരു മതത്തിൻ്റെ ലേബലിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഉപരിവിപ്ലവമായി മാറ്റമല്ല. ഈ സേവനം നിർമ്മല ഹൃദയത്തോടെ മറ്റുള്ള മതസ്ഥരെ ബോധ്യപ്പെടുത്താനും അവരുടെ സഹായം ഉറപ്പാക്കാനും ക്രൈസ്തവർക്ക് കഴിയണം. മറ്റ് വിശ്വാസങ്ങളെ പുച്ഛിക്കാതെ വേണം സ്വന്തം വിശ്വാസം ഉയർത്തിപ്പിടിക്കേണ്ടത്. ദൈവം സത്യവും മതം ആപേക്ഷികവും ആണ്. സ്നേഹമാകട്ടെ എല്ലാ ജാതികൾക്കും മതത്തിനും അതീതമാണ്. അന്യരേക്കാൾ മെച്ചപ്പെട്ടവരാണ് തങ്ങൾ എന്ന ഭാവം ഒരിക്കലും ദൈവത്തിന് സ്വീകാര്യമല്ല. മറ്റ് മതസ്ഥരുമായി സമാധാനത്തിലും സൗഹാർദ്ദത്തിലും വസിക്കണം. അവരുടെ സന്തോഷം അല്പം പോലും കെടുത്താതെ ഇരിക്കണമെന്ന് ഭാരതീയ ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കണം. ഹിന്ദുമതത്തിൻ്റെ സഹിഷ്ണുതയാണ് ഇന്ത്യയിൽ ക്രിസ്തുമതത്തിന് വേരൂന്നാൻ അവസരം ഉണ്ടാക്കിയതെന്ന് ക്രൈസ്തവർ എക്കാലവും ഓർക്കണം. ഈശ്വരനെയും തമ്മിൽ സ്നേഹിക്കുകയുമാണ് എല്ലാ മതത്തിൻ്റെയും സന്ദേശം. പല മതസ്ഥരും ഇന്ത്യയിലുണ്ട്. എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പ്രാചീനവും സജീവവുമായ ഭാരതീയ സംസ്കാരത്തെ ആവശ്യമില്ലാത്തിടത്ത് പോലും ക്രിസ്തുവിനെ ആവശ്യമാണ്. വിഗ്രഹ അർപ്പിതം ഭക്ഷിക്കരുതെന്ന് പൗലോസ് 1 കോരിന്ത്യർ 8:1 പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ അറിവുള്ളവനായ ഒരു വിശ്വാസി ക്ഷേത്രത്തിൽ വിഗ്രഹാർപ്പിത ഭക്ഷണത്തിന് ഇരിക്കുന്നത് ബലഹീന മനസ്സുള്ളവൻ കണ്ടാൽ അവൻ്റെ മനസാക്ഷി അത് ഭക്ഷിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കും. ലോകത്തിൽ ബഹുദൈവങ്ങൾ ഉണ്ടെങ്കിലും പിതാവായ ഏക ദൈവവും യേശു എന്ന ഏക കർത്താവും പരിശുദ്ധ റൂഹായും ചേർന്നുള്ള ദൈവമല്ലാതെ മറ്റു ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. കോരിന്ത്യറിലുള്ളവർ ചിരകാല പരിചയ നിമിത്തം ശീലിച്ച അവരുടെ പഴയ ആചാരം മാറി വിശ്വാസത്തിൽ ഉറപ്പ് വന്നിട്ടില്ല. അവരോടുള്ള മറുപടിയായി പറയുന്ന ഈ ഉപദേശം അവരിൽ ക്രിസ്ത്യാനികളായവർ അത് ഭക്ഷിക്കുന്നതിനായി ക്ഷേത്രത്തെ സമീപിക്കുന്നതിനാണ് വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത്. വിശ്വാസത്തിൽ പൂർണ്ണതയിൽ ആയ നമ്മൾ ആരും ഗുരുവായൂരോ ശബരിമലയിലോ പോകരുതെന്നുള്ളതാണ് പ്രധാന വിഷയം. വിഗ്രഹാർപ്പിത ഭക്ഷണത്തിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ അത് ഭക്ഷിക്കുന്നതാണ് വിലക്കിയിരിക്കുന്നത്. നാം വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വെടിപ്പോടും കൂടിയാണ് അനുഭവിക്കുന്നത്. ഇത് അപ്രകാരമല്ല. സാധാരണ ഭക്ഷണമെന്ന നിലയിൽ മാത്രമാണ് നാം കഴിക്കുന്നത്. അതാണ് ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. ഭക്ഷിക്കാതിരുന്നാൽ നമുക്ക് നഷ്ടമില്ലെന്നും ഭക്ഷിച്ചാൽ നമുക്ക് ആദായം ഇല്ലെന്നും നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം തിന്നാനും തിന്നാതിരിക്കാനും ഒരുപോലെ എന്ന് 1 കോരിന്ത്യർ 8:9 പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് പിന്നെയും പറയുന്നു, അവിശ്വാസികളിൽ
അല്ലെങ്കിൽ ജാതികളിൽപ്പെട്ട ഒരാൾ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും ഒന്നും അന്വേഷിക്കാതെ ഭക്ഷിക്കുവിൻ. 1 കൊരിന്ത്യർ 10:27. യാതൊന്നും സ്വതവേ മലിനമല്ലെന്ന് ഞാൻ യേശുവിൽ അറിയുന്നു. എങ്കിലും മലിനം എന്ന് കണക്കാക്കുന്നവന് മാത്രം അത് മലിനമാകുന്നു. നിന്റെ ഭക്ഷണം നിമിത്തം നിന്റെ സഹോദരനെ നീ വ്യസനിപ്പിക്കുന്നുവെങ്കിൽ നീ സ്നേഹമനുസരിച്ച് നടക്കുന്നില്ല. ആർക്കുവേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നീ നശിപ്പിക്കരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, പിന്നെയോ നീതിയും സമാധാനവും സന്തോഷവും അത്രേ. ഭക്ഷണം നിമിത്തം ദൈവപ്രവർത്തനത്തെ അല്ലെങ്കിൽ സ്നേഹത്തെ നശിപ്പിക്കരുത്. റോമർ 14:12-17 വരെ. വായിലേക്ക് പോകുന്നതൊന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല, പിന്നെയോ വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അവനെ അശുദ്ധനാക്കുന്നത്. എന്നാൽ യേശു പോലും എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. യേശു പഠിപ്പിച്ച മറ്റൊരു സംഗതിയാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളും അവരോട് പെരുമാറണമെന്ന്. സഹപാഠികളായ വിദ്യാർത്ഥികൾ സന്തോഷത്തോടെ അവരുടെ ഭവനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ക്ഷേത്രഭക്ഷണം നിങ്ങൾക്ക് നൽകുമ്പോൾ ഞങ്ങളിത് ഭക്ഷിക്കുകയില്ലെന്ന് പുച്ഛിച്ച് പറയരുത്. അവർക്കത് നീരസം വരുത്തും. ഇഷ്ടം ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് മാറണം. മറിച്ച് നമ്മുടെ പള്ളിയിലെ പാച്ചോർ അവർക്ക് കൊടുക്കുമ്പോൾ അവരും നിങ്ങളോട് ഇപ്രകാരം പുച്ഛിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വേദനയുളവാക്കും. അവരെ പിണക്കാതെ വൃത്തിയുള്ള തരത്തിലുള്ള അരവണപ്പായസം പോലെ ടിന്നുകളിൽ കിട്ടുന്നത് കഴിക്കുന്നതിന് ദൈവശാപത്വം ഉണ്ടായിത്തീരുമെന്നുള്ള കുറ്റബോധത്തിന് ഇടയാക്കരുത്. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. ഈ വിഷയം സംബന്ധിച്ച് മനോരമ ദിനപത്രത്തിൽ ചിന്താവിഷയം എന്ന എഴുതിക്കൊണ്ട് ഇരുന്ന റവറൻഡ് ഫാദർ TJ ജോഷുവ അച്ഛൻ്റെ അഭിപ്രായം ഞാൻ ആരാഞ്ഞപ്പോൾ അച്ഛൻ്റെ ഭാര്യ ചങ്ങനാശ്ശേരിയിൽ ഡോക്ടറായി ഇരുന്നപ്പോൾ അവിടെ കുറച്ചുനാൾ താമസിച്ചിരുന്ന കാലത്ത് അയൽവാസികളായിരുന്ന ഹിന്ദുമത വിശ്വാസികൾ ക്ഷേത്രങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ക്ഷേത്രഭക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും തരുമായിരുന്നു. അത് ഞങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഒരുവൻ മരണകരമായ എന്തു കുടിച്ചാലും ഹാനി വരികയില്ലെന്ന് മർക്കോസ് 16:18 പറഞ്ഞിട്ടുള്ളതിനാൽ ഞങ്ങൾക്ക് ഇത് നിമിത്തം ഒരു ദോഷവും വരികയില്ലെന്നുള്ള വിശ്വാസവും ഉണ്ടായിരുന്നു. അന്ന് വിഗ്രഹാർപ്പിത ബലി കോറിന്ത്യറിൽ മൃഗങ്ങളുടെ മാംസം ചന്തയിൽ വിൽക്കുന്നത് അമ്പലങ്ങളിൽ പൂജ കഴിച്ചതിൻ്റെ ശേഷമുള്ളതായിരുന്നു. അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് അത് വാങ്ങി ഭക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എഴുതിയ പശ്ചാത്തലമാണ് 1 കൊരിന്ത്യർ 8 വിവരിച്ചിരിക്കുന്നത്. ജാതികളുടെ ദൈവത്തിന് അനുഗ്രഹം തരാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ നാം അത് കഴിക്കരുതെന്ന് മാത്രം. അടുത്ത കാലത്തുണ്ടായ ജലപ്രളയത്തിൽ കേരളത്തിലെ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് പ്രവർത്തിച്ചതും സഹായിച്ചതും ജീവിച്ചതും മതസൗഹാർദ്ദം നമ്മെ പഠിപ്പിച്ചതും മറന്ന് മതഭ്രാന്ത് വളർത്തുന്നത് സാത്താൻ്റെ തന്ത്രമാണ്. ഒരുവന് ധാരാളം ജ്ഞാനം ലഭിക്കുകയും മലകൾ നീങ്ങുവാൻ വിശ്വാസം ഉണ്ടാകുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ താൻ ഏതുമില്ലെന്ന് പഠിപ്പിച്ച വിശുദ്ധ പൗലോസിൻ്റെയും നമ്മുടെ സഖാപ്രഥമൻ ബാവാഴയും ഉപദേശം മറ്റ് മതസ്ഥരുമായി സമാധാനത്തിലും സൗഹാർദ്ദത്തിലും വസിക്കുവാനാണ്. അവരുടെ സന്തോഷം കെടുത്താത്ത തരത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തി ജീവിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. താങ്ക് യു.